കാട്ടാക്കടയിലെ CPM ഏരിയ കമ്മിറ്റി ഓഫീസ് ആക്രമണത്തിൽ 5 SDPI പ്രവർത്തകരെ കസ്റ്റഡിയിലെടുത്തു. സംഘർഷത്തിൽ 2 CPM പ്രവർത്തകരെയും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. സ്ഥലത്തെ CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിക്കുകയാണ്. ആക്രമണത്തിന് പിന്നിൽ വർഗീയ താൽപര്യമാണെന്ന് CPM-ഉം ആക്രമണത്തിൽ പങ്കിടുന്ന SDPI നേതൃത്വവും പ്രതികരിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആഷിഖ് തിരുവനന്തപുരത്തും ചേരുന്നു. ആഷിഖ്, എന്താണ് ഈ സംഭവം? പോലീസ് എന്താണ് പറയുന്നത്? നിഷാദ്, ഇന്നലെ രാത്രി 9:30 കൂടിയാണ് കാട്ടാക്കട CPM ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് ഒരു സംഘം ആളുകളെത്തി ആക്രമിച്ചത്. വടിവാൾ വീശി ഭീഷണിപ്പെടുത്തിയെന്നും അവിടെ ഉണ്ടായിരുന്ന പ്രവർത്തകരെ മർദ്ദിച്ചുമെന്നുമായിരുന്നു ഇന്നലെ CPM നേതൃത്വം ആരോപിച്ചത്. എന്നാൽ ഇന്ന് രാവിലെ മന്ത്രി V ശിവൻകുട്ടി അടക്കം ആക്രമണം നടന്ന കാട്ടാക്കട ഏരിയ കമ്മിറ്റി ഓഫീസിലെത്തുകയും ഈ വിഷയത്തിൽ കൂടുതൽ വിവരങ്ങൾ ആ സമയത്താണ് പുറത്തു വരുന്നത്. പോലീസിന്റെ ഭാഗത്തുനിന്ന് ലഭിക്കുന്ന വിവരണം, സംഘർഷത്തിൽ ഏതാണ്ട് 7 പേരെ കസ്റ്റഡിയിലെത്തിയിട്ടുണ്ട്. ഇതിൽ തന്നെ 5 പേർ SDPI പ്രവർത്തകരും 2 പേർ CPM പ്രവർത്തകരുമാണ് എന്നുള്ളതാണ്. ആക്രമണത്തിന് രാഷ്ട്രീയമായ താല്പര്യങ്ങളോ രാഷ്ട്രീയ പശ്ചാത്തലമോ ഉണ്ടോ എന്നത് കൂടുതൽ അന്വേഷണത്തിലൂടെ മാത്രമേ വ്യക്തമാകൂ എന്നാണ് കാട്ടാക്കട DYSP P ഷിബു മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. അതേസമയം ഈ സംഘർഷത്തിൽ SDPIക്ക് പങ്കില്ല എന്നാണ് SDPIയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന വിശദീകരണം. ഏതെങ്കിലും പ്രവർത്തകർ ഇതിൻ്റെ അകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ കർശന നടപടിയെടുക്കും എന്ന് SDPI വിശദീകരിക്കുന്നുണ്ട്. അതേസമയം ഏരിയ കമ്മിറ്റി ഓഫീസിന് നേരെ ഉണ്ടായ ആക്രമണം വർഗീയ താല്പര്യങ്ങളോടുകൂടി ഉണ്ടായതാണ് എന്നാണ് CPM വിശദീകരിക്കുന്നത്. CPM ഏരിയ കമ്മിറ്റി സെക്രട്ടറി ആയിട്ടുള്ള K ഗിരി അടക്കം ഈ ഓഫീസിലുള്ള സമയത്താണ് ആക്രമണം നടക്കുന്നത്. രാത്രി 9:30 ഒരു സംഘം വാഹനങ്ങളിലടക്കം എത്തി വടിവാൾ വീശുകയായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഈ ആക്രമികളുടെ സംഘത്തിൽ ഉണ്ടായിരുന്ന ആളുകളുടെ SDPI പ്രവർത്തകനായിട്ടുള്ള മുജീബ് എന്ന ആളുടെ പേഴ്സും വാഹനവും അടക്കം ആക്രമണം നടന്ന സ്ഥലത്ത് നിന്ന് കണ്ടെടുത്തിട്ടുണ്ട്. ഇത് പോലീസ് പരിശോധിക്കുകയാണ്. ഏതായാലും നിലവിൽ 7 പേരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. 5 പേർ SDPI പ്രവർത്തകരാണ്, 2 പേർ CPM പ്രവർത്തകരാണ്. CPM പ്രവർത്തകരെ കസ്റ്റഡിയിലെടുത്തതുമായി ബന്ധപ്പെട്ട് CPMന്റെ ഭാഗത്തു നിന്ന് വരുന്നത് ആക്രമണത്തിന്റെ സമയത്ത് പ്രതിരോധം തീർക്കുമ്പോൾ ഉണ്ടായ ആ സംഘർഷം ഉണ്ടായിരിക്കാം. അതുകൊണ്ടായിരിക്കാം ഈ CPM പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. കൂടുതൽ വിവരങ്ങൾ പോലീസിന് കൈമാറും. പോലീസ് വിശദമായ വിവരങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തും എന്ന നിലപാടാണ് CPM സ്വീകരിക്കുന്നത്. കൂടുതൽ അന്വേഷണം നടത്തണം, CCTV ദൃശ്യങ്ങളടക്കം പരിശോധിക്കണം, എന്താണ് സംഘർഷത്തിന് പിന്നിലുള്ളതെന്ന് കൂടുതൽ അന്വേഷണത്തിലൂടെ മനസ്സിലാക്കാൻ കഴിയുമെന്നാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും നമുക്ക് ലഭിക്കുന്ന വിവരം. അതേസമയം ഈ സംഘർഷത്തിന് മുൻപ് ലഹരി സംഘങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടി, കട്ടക്കടയിൽ വെച്ച് തന്നെ ലഹരി സംഘങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുകയും ഇതേ തുടർന്നുണ്ടായ പ്രശ്നമാണ്. പരിക്കേറ്റ ഇവരെ ആശുപത്രിയിൽ എത്തിക്കാൻ കൊണ്ടുപോയപ്പോൾ തൊട്ടടുത്തുണ്ടായിരുന്ന CPM കമ്മിറ്റി ഓഫീസിലേക്ക് കയറി ആക്രമിക്കുകയാണ് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. നിഷാദ്.